ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് PKXD ആണ്. നമ്മളിന്ന് PKXD എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഗെയിം പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിൽ നിന്ന് വെച്ചാൽ നമുക്ക് ഹൗസസ് ഒക്കെ എടുക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എനിക്ക് എത്ര ഹൗസസ് ഉണ്ടെന്ന്. എനിക്ക് ടോട്ടൽ 4 ഹൗസ് ഉണ്ട്. ഈ ഒന്നാമത്തെ ഈ ഒരു ഹൗസ് അത് ഗെയിമായിട്ട് നമുക്ക് തരും. എനിക്ക് ഈ ഒരു ഹൗസിന് നമുക്ക് ലൈക്ക് മേടിക്കാൻ പറ്റും. എനിക്ക് 37 ലൈക്സും ഉണ്ട്. ഇതാണ് ആ ഒരു ഹൗസ് എന്ന് വെച്ചാൽ അതിനകത്ത് ഇത്തിരി സ്ഥലമേ കാണത്തുള്ളൂ. കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാവും. അത് വെച്ച് ഈ ഹൗസൊക്കെ മേടിച്ചിങ്ങനെ പൈസയും കളയുക. ദാറ്റ്സ് എ പോയിൻറ്റ്. നമുക്കിങ്ങനെ ടെലിപ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പം ഇപ്പോഴത്തെ അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബീസിൻ്റെയും ക്യൂട്ട് ബെയേഴ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ പേര് അറിയത്തില്ല കറക്റ്റായിട്ട്. അങ്ങനത്തെ ഒരു അഡീഷനാണ്. ആ അഡീഷനിൽ എവിടെയൊക്കെ എന്തൊക്കെ സർപ്രൈസ് ബോക്സസ് ആണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഒരു എൻ്റർടൈൻമെൻറ്റ് ഗെയിമായിരിക്കും. അങ്ങോട്ടുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റുന്നത് കണ്ടോ. ആ പെണ്ണ് സത്യത്തിൽ കളിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ചെന്ന് മിണ്ടടോ. അപ്പോൾ പോട്ടെ, നമുക്കതൊക്കെ പിന്നെ നോക്കാം. ഇതാണ് PKXD ലോഗോ വരുന്നത്. ഞാൻ കളത്തിലും പറഞ്ഞാൽ ഈ ഗെയിമിൻ്റെ പേര് PKXD എന്ന് തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. പിന്നെ ഇതിനകത്ത് നമുക്ക് പെറ്റിനെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് എൻ്റെ പെറ്റ്, കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു ഡെയിലി ഗെയിമുണ്ട്. അതിനകത്ത് നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടി. ഇപ്രാവശ്യം എനിക്കത് കിട്ടി കേട്ടോ. അത് കണ്ടോ, ഇത് ന്യൂ അവതാറാണ്, എനിക്കത് കിട്ടി. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് നമ്മൾ കാണിക്കാൻ പോകുന്നത് എവിടെയൊക്കെയാണ് ലക്കി ബോക്സസ് ഇരിക്കുന്നത്. ഞാൻ ലക്കി ബോക്സസ് എന്ന് പറയുന്നത്, എൻ്റെ പേര് വേറെ ഒന്നുമുണ്ട്. ലക്കി ബോക്സസ് ഇരിക്കുന്നതെന്നാണ്. ഫസ്റ്റ് ലക്കി ബോക്സ് ഞാൻ ഫസ്റ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് ലക്കി ബോക്സ് സിമ്പിൾ. ഞാനിത് ഇതുവരെ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ എവിടെയോ ഇതിൻ്റെ അടിയിലൊരെണ്ണം കാണും. അത് നമ്മൾ ഇവിടെ ചാടി കയറി ഇതിൻ്റെ മണ്ടയ്ക്ക് അങ്ങോട്ട് കയറി അത് കിട്ടും. സെക്കൻഡ് വൺ ഇരിക്കുന്നത് സോ സിമ്പിൾ അല്ല, പക്ഷേ ഒന്ന് പാർക്കോവർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഹാർഡാവും. അപ്പം നമുക്ക് അവിടെ പെട്ടെന്ന് പോവാം. ഇതും വെച്ച് പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ലല്ലേ. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ നമ്മളിങ്ങനെ പറക്കും തളിയ അതൊക്കെ പോട്ടെ. ഇവിടെ വന്നിട്ട് ഈ ഒരു ബോക്സ് ഇങ്ങനെ ഈ 40 ജെംസ് കൊടുത്തിട്ട് കയറിയണം. ഈ ഒരു ചുറ്റി കണ്ടോ, ഒരുമിച്ച് ഇതിങ്ങനെ മൈൻ ചെയ്ത് എഴുതണം. ഇതിൽ നിന്നാണ് എനിക്ക് ഇത്രയും ഒരു സ്പെഷ്യൽ സംഭവങ്ങൾ കിട്ടിയത്. അപ്പം ഈ ഒരു സംഭവം എടുത്തിട്ട് വെള്ളത്തിലോട്ട് ചാടി ചത്താലും കുഴപ്പമില്ല കേട്ടോ. ചത്താലും നമ്മൾ ഇവിടെ തന്നെ തിരിച്ചു വരും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്, കുറേ മിനി ഗെയിംസ് എന്നൊക്കെ പറയുന്ന പോലെ മിനി ഗെയിംസ് കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മിനി ഗെയിംസ്. അത് കണ്ടു ഞാൻ അങ്ങോട്ട് ചാടാൻ പോകുമ്പോൾ ഇവിടെ മിനി ഗെയിംസ് എന്ന് വെച്ചാൽ ഈ ഒരു പോർട്ടലിനകത്തോട്ട് കയറുമ്പോൾ ഒരു മിനി ഗെയിം കാണും. അവിടെ ഞാൻ അത് കാണിച്ചു തരാം. ഞാൻ പല പോർട്ടൽസിലും കയറുമ്പം വേറെ ചിലപ്പം പോർട്ടലിൽ നിന്ന് മിനി ഗെയിംസ് അല്ലായിരിക്കും. മിനി ഗെയിംസ് ചില പോർട്ടലിനകത്തൊക്കെ വരത്തുള്ളൂ. ജസ്റ്റ് മിസ്. ഈ ഒരു പോർട്ടലിനകത്ത് കയറുമ്പോൾ ബേബി എഡീഷൻ ആയതുകൊണ്ട് ആ ഒരു അഡീഷനിലാണ് പോകുന്നത്. പക്ഷേ വേറെ പോർട്ടലിലൊക്കെ മിനി ഗെയിംസ് കാണും, പക്ഷെ അതിനകത്ത് നമുക്ക് ഈ ഒരു തിങ്സൊന്നും കിട്ടത്തില്ല.
ഞാൻ വീട്ടിൽ പോയി നോക്കിയിട്ട് വന്നതാണ്. ഇവിടെ നിൽക്കുക, നൈസായിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുമ്പോൾ ഇത് പൊട്ടിക്കണം. ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ലക്കി ബോക്സ് കാണും. ആ ലക്കി ബോക്സ് എടുക്കുക, ഇതിങ്ങനെ പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് ഈ ജെംസ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ലക്കി ബോക്സ് ആണ്, അത് നമ്മൾ എടുക്കുക, എന്നിട്ട് താഴോട്ട് ചാടുക. എടുത്തിട്ട് തുറന്നിട്ട് സംഭവമൊക്കെ കിട്ടിയിട്ട് താഴോട്ട് ചാടണം. അപ്പോൾ അത്ര ലക്കി ബോക്സ് ആയിരിക്കും. നമുക്ക് 3 ലക്കി ബോക്സ് അല്ല 2 ലക്കി ബോക്സ്, 2 ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ ആവട്ടെ. പിന്നെ 2 ലക്കി ബോക്സ് ഇതിനകത്തൊരു പൊണ്ണിന് ഞാൻ അവിടുത്തെ പറഞ്ഞു 2 ലക്കി ബോക്സിനകത്ത് ഈ ഒരു സ്ലൈഡിൽ കയറിയിട്ട് എന്ന് വേണ്ട കേട്ടോ ചുറ്റിക്കാൻ. ഈ ഒരു സ്ലൈഡിൽ കയറിയിട്ട് ഇവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ലക്കി ബോക്സ് ഇരിക്കാനാണ്. അതെടുക്കാൻ വേണ്ടി നമ്മൾ ഈ മഞ്ഞ് കൂടി സ്ഥലത്ത് കയറുമ്പോൾ നമ്മൾ വേറെ വേൾഡിലോട്ടും, വേറെ വേൾഡെന്നല്ല, ആ വീട്ടിൻ്റെ മണ്ടയ്ക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ലക്കി ബോക്സ് ആണ്, അപ്പോൾ അതെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു വലിയ ശരീരം വെച്ചുകൊണ്ട് ഇങ്ങനെ സ്ലൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ആ ഒരു ലക്കി ബോക്സ് നമുക്ക് കിട്ടും. പക്ഷേ ഈ വീട് മേടിക്കാൻ പറ്റുന്നു കേട്ടോ. പക്ഷേ അതിന് ഭയങ്കര പൈസ വേണം, കുറേ പൈസ വേണം, വലിയ പൈസ വേണം. കണ്ടോ, ജെംസ് 500 ആൻഡ് എത്ര ദേഹമോഹങ്ങളൊക്കെ നമുക്ക് വേണം. സ്നോ പെറ്റ് വേണോ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത്രയും അതല്ലേ ഉള്ളൂ. ഓക്കെ, ടോട്ടൽ 5 എണ്ണമാണ് ഈ ഒരു എല്ലാം വേർഷനിലും. ടോട്ടൽ 5 എണ്ണമാണ്. ഇവിടെ ഒരെണ്ണം, ആ ഒരു മുടി വെട്ടുന്ന ഷോപ്പിൽ അവിടെ ഒരെണ്ണം, ആ ചെറിയ വീട്ടിൽ 2 എണ്ണം, ആ ഒരു വീട്ടിൽ 2 എണ്ണം, പിന്നെ ബീച്ചിൻ്റെ കരയിൽ. പിന്നെ ഇവിടുത്തെ മിനി ഗെയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ ബേബി എഡീഷൻ മിനി ഗെയിംസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മിനി ഗെയിംസ് എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ മിനി ഗെയിമുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബാഗ് തരും. സ്റ്റാർട്ട് കൊടുത്ത് തന്നെ ഇവർ നമുക്കൊരു ബാഗ് തരും. എൻ്റെ ബാഗ് എൻ്റെ തൊഴിൽ തുടങ്ങുന്നതുകൊണ്ടാണ് നമുക്ക്. അപ്പോൾ ഇതുപോലുള്ള ഫ്രൂട്ട്സ് ഈ ഒരു സിറ്റിയുടെ പല സ്ഥലങ്ങളിലും കാണും. നമ്മൾ അതെല്ലാം എടുക്കണം. ഇതാണ് ഇവിടുത്തെ ഹൈസ്കൂൾ. ഈ ഹൈസ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത്. അവിടെ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. ഇതുപോലെ നമുക്ക് എഴുതി കാണിക്കാം ഇങ്ങനെ, എന്നിട്ട് ഹേയ് ഹായ് എന്നൊക്കെ എഴുതി കാണിക്കും. അതിനകത്തുള്ളത് നമ്മൾ എഴുതി കാണിക്കുമ്പോൾ നമുക്ക് എടുത്തുള്ളൂ, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് എഴുതി കാണിക്കാൻ പറ്റില്ല. ഇവിടാണ് എല്ലാവരും സ്പോണാവുന്നത്. എൻ്റെ വീടിനെ കുറിച്ച് ഞാൻ തന്നെ പറയാം. എൻ്റെ വീടിന് 37 ലൈക്ക് കിട്ടാൻ കാരണമെന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ വീട് സെറ്റാണ്. എൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചിലവർ ഇവിടെ ഒരു പാർട്ടി സ്പേസ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അതെങ്ങനെ ഈ വീട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് നമ്മുടെ ഒരു വേറൊരു നമുക്ക് തന്നെ വെക്കാൻ പറ്റുന്ന ഒരാളാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ ഹാള്. നമ്മൾ ടി വി കാണുന്നില്ലേ സെറ്റിൽ വരുന്നത്, സംഭവം. ഇങ്ങോട്ട് വരുമ്പോൾ കിച്ചണാണ്. ഇവിടെ ഇത്ര സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ഇത്ര സെറ്റ് ഇതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് കൂടിയത് കേട്ടോ ലൈക്ക്. പിന്നെ ഇവിടെ ബാത്റൂം, പിന്നെ ഈ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ എനിക്കിഷ്ടമായിരുന്നു. ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയെല്ലാം വീടും നമുക്ക് മേടിക്കാൻ പറ്റില്ല, പക്ഷേ ഈ വീട് മേടിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇവിടെ ഇതിൻ്റെ ഒരു സീറ്റും കൂടെ എനിക്ക് കിട്ടി, ഞാൻ വെക്കാൻ മറന്നുപോയി. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരുങ്ങുന്ന സാധനം. ഇത് ഹലോ കിറ്റിയുടെ വർഷം വന്നപ്പോൾ അതിനകത്തുനിന്ന് ഒരു സീറ്റ് കിട്ടി എനിക്ക്. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു തിയേറ്റർ എന്ന് ഞാൻ പറയും. തിയേറ്റർ ഞാൻ ഇങ്ങനെ പല സംഭവങ്ങൾ സാമാജിക ഇവിടെ വരുമ്പം നമുക്ക് കുറേ പേർക്ക് ഇടാൻ പറ്റും. 1 2 3 4
5, 6, 7 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു മുറി. പിന്നെ ഇവിടെ ഒരു ബേബി റൂമുണ്ട്. ബേബി എഡീഷന് ഞാൻ ഉണ്ടാക്കിയത് ബേബി റൂം. ഇങ്ങനെ നമുക്ക് ആടാം. ഇവിടെ ബേബിയുടെ ഫുഡൊക്കെ കൂടാൻ സ്ഥലം, ഇവിടെ ബേബി ഉറങ്ങുന്ന സ്ഥലം, ഇതിൻ്റെ അടുത്തിരുന്ന് നമുക്ക് ഞാൻ ഇവിടെ ഒരു ഹാക്ക് കണ്ടുപിടിച്ചു. നമുക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇവിടെ കൊണ്ടുവെക്കുക ഒരു സ്ലൈഡ് നമുക്ക് കിട്ടും കേട്ടോ, ഇവിടെ നിലയിലും കിട്ടും. പിന്നെ ഇവിടെ ഈ ഒരു വാളിന് അടുപ്പിച്ച് നമ്മൾ ഇവിടെ ഒരു എന്തെങ്കിലും സംഭവം വെക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു സംഭവം എടുക്കുന്നതെന്ന്. എഡിറ്റ് ചെയ്യുന്ന കാര്യം വന്നിട്ട് ഇത് നമ്മുടെ വീടാണ്. ഇവിടെ നമുക്ക് ഓരോ സംഭവങ്ങളും ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. കണ്ടോ, എനിക്കിങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ ഒരു സീറ്റ് എനിക്ക് വെക്കാം. അങ്ങനെയൊക്കെ നമുക്ക് വെക്കാം. ഈ ഒരു ഹാക്കാണ് ദൈവം കുറച്ച് ചടിയെ തിരിച്ചു. ഇവിടെ പിന്നെ പെറ്റ്സ് റൂം പറയുമ്പം പെറ്റിൻ്റെ റൂമാണത്. പെറ്റിൻ്റെ റൂം ഒന്നിറങ്ങി ഇതിങ്ങനെയാണ് കേട്ടോ. അത് കുഴപ്പമില്ല, അതവിടെ ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വാളിനോട് അടുപ്പിച്ച് ചെറുതായിട്ട് ഈ സ്ലൈഡ് നോക്കാം. അതിനകത്ത് കയറിയിരുന്ന് ഒഴുകുമ്പോൾ നമ്മളിപ്പുറത്തെത്തും. പിന്നെ ഇങ്ങോട്ടൊന്ന് ചാടി ഇത് ചെറിയൊരു ഹാക്ക് അല്ലെന്ന് ഞാൻ പറയുന്നു. പിന്നെ ഇവിടെ ഞാൻ ഒരു ഐസിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചിരുന്നു. പിന്നെ ഇവിടെ ഒരു ഇഗ്ലൂ എനിക്ക് ഇഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെച്ചതാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ അകമൊക്കെ എത്ര ഉള്ളൂ. പിന്നെ പുറം ഞാൻ ഗോൾഡൻ പെയിൻറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ ഹെയറിലെ ഗോൾഡൻ പെയിൻ്റ് ഒന്ന് മാറ്റണം എനിക്ക്. എന്തുവായത് ഇപ്പം ഈ ഹെയറിലെ പെയിൻ്റൊക്കെ മാറ്റാൻ ഇതാണ് ബേബി എഡിഷൻ. കെയർ ബെയർ ക്യൂട്ട് ബെയറുള്ള കെയർ ബെയർ അഡീഷനാണ്. അപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട് ഈ PKXDയുടെ വീഡിയോസൊക്കെ. PKXDയുടെ വീഡിയോസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി PKXD അപ്പോൾ കിട്ടും. ഇവിടെ ഇത്രയും പേര് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫോണൊക്കെ ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട്. ഇതാണ് ഫോൺ. ഇത് ഈ വാച്ചിന് നമുക്ക് പിന്നെ സ്കിപ്പ് ചെയ്ത് 300 രൂപ വീതം കിട്ടും. ഇവിടെ എത്ര പേര് ഇപ്പം കെയർ ബെയറിന് അഡീഷൻ വന്നപ്പോഴാണ് നമുക്ക് ആൾക്കാരെ എടുക്കാൻ പറ്റുന്ന ക്യാരി എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നത്. അപ്പോൾ അവന് ക്യാരി എടുത്ത് അവൻ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അവൻ എൻ്റെ കയ്യിൽ വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.